അളിയ നമ്മുടെ ഈ ക്ലബിന് എന്തോ ശാപം ഉണ്ട് തോന്നടാ. അതിനാ കാരണം നമ്മൾ ഒറ്റ ക്രിക്കറ്റ് മാച്ച് പോലും നമ്മൾ ജയിക്കുന്നില്ലടാ. അതെന്നെ സംഭവം എന്നറിയോ? നമ്മുടെ എതിർ ടീമിലുള്ളവർക്ക് നന്നായിട്ട് കളി അറിയാം, അല്ല ശാപത്തിന്റെ അല്ല. അതായിരുന്നല്ലോ കാരണം. ഞാൻ വെറുതെ ശാപത്തെ ശപിച്ചേനെ. അല്ല, മെയിനായിട്ട് ഇന്നത്തെ മാച്ച് നമ്മൾ തോക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. നിന്റെ ആ ഒരു ഓവറിൽ 6 ബാള് 6 6 അടിച്ചോണ്ടല്ലോ ആമാര് ജയിച്ചത്. നിന്റെ ക്യാപ്റ്റൻസിന്റെ കുഴപ്പം. എടാ ഒരു ഫീൽഡിലും നീ പക്കട്ടോ. ഈ ആകാശത്തൊക്കെ ഞാൻ എങ്ങനെ ഫീൽഡർ സെറ്റ് ചെയ്യാനാടാ? ഒരൊറ്റ ബാളൊക്കെ ഉരുണ്ടു പോയിട്ടുണ്ടോ? ക്യാപ്റ്റൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ഇത്തവണത്തെ IPL-ൽ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മുംബൈ ഇന്ത്യൻസ് കപ്പ് കൊണ്ടു. അളിയ, എല്ലാ പ്രാവശ്യത്തും പോലല്ല, ഈ പ്രാവശ്യം RCB കപ്പ് അടിച്ചു. എടാ അടിച്ചോണ്ട് പോകാന്ന് വിചാരിച്ചാൽ പോലും നിനക്കൊക്കെ ആ കപ്പി തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എടാ, ഈ പ്രാവശ്യത്തെ കപ്പ് ഞങ്ങളുടെ കിങ് കോഹ്ലി കൊണ്ടുപോയിരിക്കും. ആരും കൊണ്ടുപോകുന്നു? കിങ് കോഹ്ലി. എടാ എന്റെ ഹിറ്റ്മാർ ഉള്ളിടത്തോളം കാലം നിന്റെ കിങ് കോഹ്ലി അല്ല, നിന്റെ കിങ് കോങ് വന്നാലും കൊണ്ടുപോകത്തില്ല. കിങ് കോഹ്ലി കിങ് കോഹ് എന്ന് വിളിച്ചോണ്ടല്ലോ അടിയന്തര് എന്റെ രോഹിത് ശർമ്മേനെ നീ ഉണ്ടാക്കിയ എടാ വള്ളി കെട്ടാനില്ലല്ലടാ നീ. എന്തോ പ്രശ്നം. ഇവൻ എന്റെ കിങ് കോഹ്ലിയെ കുറ്റപ്പെടുത്തി. ആരെ? വിരാട് കോഹ്ലിയെ കുറ്റപ്പെടുത്തി. എന്റെ രോഹിത് ശർമ്മ കുറ്റം പറഞ്ഞിട്ടാ? നിന്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പം ആരടാ ബ്ലഡ് വന്നത്? അല്ലാതെ വിരാട് കോഹ്ലി അല്ലല്ലോ. നിന്റെ പെങ്ങളുടെ കല്യാണാവശ്യത്തിന് ആരടാ പൈസ തന്ന? ഇവൻ. രോഹിത് ശർമ്മ അല്ലല്ലോ. അല്ല. എടാ അതാ പറയുന്നത്, പരസ്പരം നിങ്ങൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് യവന് നീയേ കാണുള്ളൂ. പിന്നെ ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ നമുക്കും ഇഷ്ടമാണ്. അതൊരുമാതിരി ഭ്രാന്താവരുത്, മനസ്സിലായല്ലോ? പിന്നെ ആരാധന അത് ദൈവത്തോട് മാത്രമേ ആവുള്ളൂ കേട്ടാ. ഇവിടെ കിടന്ന് അടിയും പിടിയും കൂടാതെ. ഇതെന്തോന്നാ? വീട്ടോട്ടുള്ള കപ്പയാ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, കപ്പിന്റെ കാര്യം മറന്നിട്ട് ഈ കപ്പ കൊണ്ടുപോയി വീട്ടിൽ കൊടു. അവരെങ്കിലും പട്ടിണി ഇല്ലാതെ കിടക്കട്ടെ കേട്ടാ. ഓ ചെല്ല്. ഹലോ, കുറച്ച് ബാക്കി വെച്ചേക്കണേ. നിങ്ങൾ വരുന്നുണ്ടാ? ഇല്ല, വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വരുന്നുണ്ട്, നിന്റെയൊക്കെ മുളകുടച്ചതും ചമ്മന്തിയും തിന്നാൻ. പിള്ളേരെ തമ്മി തല്ലാൻ പകക്കുന്നു. അതും ടീമിന്റെ കാര്യം പറഞ്ഞിട്ട്. അത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ഈ കൊല്ലം ചെന്നൈ എന്നെ കപ്പടിക്കും. അപ്പൊ പഞ്ചാബ് അവിടെ പോണടാ. Touch